Next topic is drainage system. Drainage system രണ്ട് തരത്തിലാണുള്ളത്. സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം ആൻഡ് സബ്സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം. എക്സസ് വാട്ടർ റിമൂവ് ചെയ്യാനാണ് ഡ്രെയിനേജ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം. എക്സസ് ഇറിഗേഷൻ വാട്ടർ പ്ലസ് സ്റ്റോം വാട്ടർ. സർഫസിലെ എക്സസ് ആയിട്ടുള്ള ഇറിഗേഷൻ വാട്ടർ, സ്റ്റോം വാട്ടറൊക്കെ റിമൂവ് ചെയ്യാനാണ് സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ഡിച്ചസ് ആയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം തന്നെ അഗെയിൻ സബ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഷാലോ ഡ്രെയിൻസ്, ബ്രോഡ് ആൻഡ് ഷാലോ, ക്രോസ് സെക്ഷൻ ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷനുള്ള ബ്രോഡ് ആൻഡ് ഷാലോ സർഫസ് ഡ്രെയിൻസ് ആണിത്. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് യൂസിങ് മാനിങ്സ് ഇക്വേഷൻ. Q ഈക്വൽസ് ടു 1/n AR⁴2/3 S⁴1/2 ആണ് മാനിങ്സ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഷാലോ സർഫസ് ഡ്രെയിൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡീപ്പ് സർഫസ് ഡ്രെയിൻസ് ഓർ ഔട്ട്ലെറ്റ് ഡ്രെയിൻസ്. ഡീപ്പർ ഡ്രോൺസ്, വൈഡർ ഡ്രോൺസ്. മാനിങ്സ് ഇക്വേഷൻ. ഡീപ്പായിട്ടുള്ള സർഫസിൽ തന്നെ ഡീപ്പായിട്ട് കൊടുക്കുന്നതാണ് ഈ ഡ്രെയിൻസ്. വൈഡ് ആയിട്ടുള്ള ഡ്രെയിൻസ് ആണ്. ഇതും മാനിങ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സർഫസ് ഇൻലെറ്റ്സ്, വാട്ടർ ഫ്രം റോഡ്സ്, പോട്ട് ഹോൾസ്, ഡിപ്രഷൻസ് എക്സെട്ര. റോഡ്സിലെ, പോട്ട് ഹോൾസിലെ ചെറിയ ഡിപ്രഷൻസിലുള്ള വാട്ടേഴ്സ് എല്ലാം കളക്ട് ചെയ്യുന്നത് സർഫസ് ഇൻലെറ്റ് യൂസ് ചെയ്തിട്ടാണ്. ബെഡിങ്, ഡെഡ് ഫറോസ്. ഏരിയ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഫറോ ഈസ് കോൾഡ് ആസ് ബെഡ്. അതായത് ഡെഡ് ആയിട്ടുള്ള ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബെഡിങ്. അഡ്ജസൻറ്റ് ഫറോസ് തമ്മിലുള്ള ഏരിയ ആണ് ബെഡ് എന്നറിയപ്പെടുന്നത്. അഡോപ്റ്റഡ് ഇൻ ഫ്ലാറ്റ് സ്ലോപ്സ് ലെസ് ദാൻ 15%. അതായത് ഫ്ലാറ്റ് സ്ലോപ്സിലാണ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. സ്ലോപ്സ് ലെസ് ദാൻ 15% ആയിരിക്കണം. സെക്കൻഡ് സബ്സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം. സബ്സർഫസിലുള്ള അതായത് റൂട്ട് സോണിലുള്ള എക്സസ് വാട്ടർ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണിത്. പുവർ ഇൻറ്റേർണൽ ഡ്രെയിനേജ്, ഹൈ വാട്ടർ ടേബിൾ. ഇൻറ്റേർണൽ ഡ്രെയിനേജ് പുവർ ആവുന്ന കണ്ടീഷനിലും വാട്ടർ ടേബിൾ ഹയർ ആവുന്ന കണ്ടീഷൻസിലുമാണ് നമ്മൾ സബ്സർഫസ് ഡ്രെയിനേജ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ടെയിൽ ഡ്രെയിനേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പൈപ്സ് ആണ് ടെയിൽ ഡ്രെയിൻസ് ആയിട്ട് കൊടുക്കുന്നത്. പൈപ്സിൻ്റെ ഡയമീറ്റർ 10 to 13 cm. ദറ്റ് ഈസ് ലെയ്ഡ് അറ്റ് 1 to 1 meter ബിലോ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 to 1 meter താഴെയായിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. 0.3 meter ബിലോ വാട്ടർ ടേബിൾ ഇഫ് പ്രസൻറ്റ്. വാട്ടർ ടേബിൾ ഉണ്ട് എങ്കിൽ വാട്ടർ ടേബിളിൽ നിന്ന് 0.3 meter മാറിയാണ് താഴെ വേണം സബ്സർഫസ് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യാൻ. ദെൻ സ്പേസിംഗ് ഓഫ് ടൈൽ ഡ്രെയിൻസ്. ടൈൽ ഡ്രെയിൻസ് തമ്മിലുള്ള സ്പേസിംഗ് ഇക്വേഷൻ S ഈക്വൽസ് ടു 4K/Q ഇൻറ്റു B² - A², where K is the permeability coefficient in meter per seconds, Q is the discharge per unit length meter²/seconds. French drain uses tile drains. Tile drains ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഫില്ലിംഗ് വിത്ത് സാൻഡ് ആൻഡ് ഗ്രേവൽ. സാൻഡും ഗ്രേവലും യൂസ് ചെയ്തിട്ടാണ് ബ്ലാക്ക് ഫില്ല് ചെയ്യുന്നത്. ഡ്രെയിനേജ് കോഎഫിഷ്യൻറ്റ്, റേറ്റ് ബൈ വിച്ച് വാട്ടർ ഈസ് റിമൂവ്ഡ് ബൈ എ ഡ്രെയിൻ. ഒരു ഡ്രെയിൻ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിൻ്റെ റേറ്റ് ആണ് ഡ്രെയിനേജ് കോഎഫിഷ്യൻറ്റ്. ഇറ്റ്സ് യൂണിറ്റീസ് മീറ്റർ പെർ ഡേ ഓർ സെൻറ്റിമീറ്റർ പെർ ഡേ. 1% ഓഫ് ആനുവൽ ആവറേജ് റെയിൻഫോൾ ഈസ് ടു ബി റിമൂവ്ഡ് എവറി ഡേ. എവറി ഡേ ആനുവൽ ആവറേജ് റെയിൻഫോളിൻ്റെ 1% റിമൂവ് ചെയ്യുന്നു യൂസിങ് ഡ്രെയിൻസ്. ഡ്രെയിനേജ് ഏരിയ വിച്ച് ഈസ് ട്രെയിൻഡ് ബൈ എ ഡ്രെയിനേജ് സിസ്റ്റം. ഒരു ഡ്രെയിനേജ് സിസ്റ്റം യൂസ് ചെയ്ത് ഡ്രെയിൻ ചെയ്യുന്ന ഏരിയ ആണ് ഡ്രെയിനേജ് ഏരിയ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കനാൽ റെഗുലേറ്റേഴ്സ്. കനാൽ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് റെഗുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റഡ് ഫോർ റെഗുലേഷൻ പർപ്പസ്. എക്സാമ്പിൾ കനാൽ ഫാൾസ്, കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ്, കനാൽ എസ്കേപ്സ്, മീറ്ററിംഗ് ഫ്ലൂംസ്, കനാൽ ഔട്ട്ലെറ്റ്സ്. ഫസ്റ്റ് വൺ കനാൽ ഫാൾസ്. കനാൽ ഫാൾസ് യൂസ് ചെയ്യുന്നത് നമുക്ക് വാട്ടറിൻ്റെ എനർജി കുറച്ച് സ്കൗറിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കനാൽ ഫാൾസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ സ്ലോപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ലോപ്പ് സഡൻലി ചേഞ്ചസ് ടു സ്ലോപ്പ്, സോ എനർജി കുറയും. സെക്കൻഡ് ഓഗി ഫോൾ. കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവ് കർവ്. ഇൻ ഓഗി ഫോൾസിൽ സ്റ്റീപ്പർ സ്ലോപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എസ് ഷേപ്പിൽ, അതായത് ഇവിടുത്തെ കർവ് എസ് ഷേപ്പ് കർവ്സ് ആണ് ഓഗി ഫോൾസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓൾസോ സ്റ്റോൺ പിച്ചിങ്, ഇവിടെ സ്റ്റോൺ പിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റാപ്പിഡ് ഫോൾ ഓർ ഗ്ലേസിസ് ടൈപ്പ് ഫോൾ. ഈവൻ സ്ലോപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റാപ്പിഡ് ഫോളിൽ
അതായത് കോൺക്രീറ്റ് വാൾസ് ഉണ്ട്, കോൺക്രീറ്റ് വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ നോൺ ആസ് കർട്ടൻ വാൾസ്. ഈ കോൺക്രീറ്റ് വാൾസിനിടയിലായിട്ട് റബിൾ മേസൺട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ലോങ് വേസ് ആയതുകൊണ്ടാണ് സ്റ്റീപ്പർ സ്ലോപ്പ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്ഡ് ഫോൾ, സീരീസ് ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്സ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനർജി റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണിത്. ഹിയർ അതായത് ബ്രിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്സിൻ്റെ ഷേപ്സിൽ വാട്ടറിൻ്റെ എനർജി കുറയ്ക്കുന്ന പ്രോസസ്സാണ് സ്റ്റെപ്ഡ് ഫോൾസിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ട്രപ്പിസോയിഡൽ നോച്ച് ഫോൾ. അതായത് നോച്ച് ഫോളിൽ ഡിസ്ചാർജ് ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് നോച്ചസ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ സാധിക്കും. ബോട്ടം പ്ലസ് സിൽസ്, ടോപ്പ് പിയർ, ടോപ്സിൽ പിയർ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് സിൽ ഈസ് ഈക്വൽസ് ടു കനാൽ ബെഡ് ലെവൽ, നോച്ചസ് ഇൻ ബിറ്റ്വീൻ ദ അബൻമെൻറ്റ്സ്. അബൻമെൻറ്റ്സിനിടയിലായിട്ട് നോച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് വെർട്ടിക്കൽ നോച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ട് അബൻമെൻറ്റ്സിനിടയിലായിട്ടാണ് നോച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ദ വെല്ലാണ്. ഓക്കെ, ഇതാണ് നോച്ച് ഫോൾ. നെക്സ്റ്റ്, വെർട്ടിക്കൽ ഡ്രോപ്പ് ഫോൾ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സർദാർ ഫോൾ. ഹിയർ വാട്ടർ കുഷൻ ഈസ് പ്രൊവൈഡിങ്, അതായത് വാട്ടർ കുഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് യൂസിങ് വാട്ടർ കുഷൻ എനർജി റെഡ്യൂസ്ഡ് ഓർ ഡെസിപ്പേഷൻ സ്ട്രക്ചറാണ് വാട്ടർ കുഷൻ. സോ സ്റ്റോറിങ് ആക്ഷൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കനാൽ ഹെഡ് വർക്ക്സ് ടു ഡൈവേർട്ട് ദ വാട്ടർ ഫ്രം റിവർ ടു കനാൽ. റിവറിലെ വാട്ടറിലെ കനാൽസിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് കനാൽ ഹെഡ് വർക്ക്സ്. 2 types ആണ് മെയിൻലി, സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് എക്സാമ്പിൾ ഡാം, അതായത് വാട്ടറിനെ സ്റ്റോർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം വാട്ടറിനെ കനാൽസിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നതാണ് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ്. അതായത് വാട്ടർ ഈസ് സ്റ്റോർ ഡ്യൂറിങ് പീരീഡ് ഓഫ് ലോങ് പീരീഡ് വാട്ടർ സ്റ്റോർ ചെയ്തതിന് ശേഷം കനാൽസിലോട്ട് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എക്സാമ്പിൾ വിയർ ബാരേജ് പോലുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യുന്ന പർപ്പസാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. ടു റൈസ് വാട്ടർ ലെവൽസ്, അതായത് വിയേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് റിവേഴ്സിന് എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്ത് അതുവഴി ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും. വിയർ ഈസ് ദ സോളിഡ് ഒബ്സ്ട്രക്ഷൻ സ്മോൾ ഡാം, അതായത് റിവറിന് എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന, അതായത് കോൺക്രീറ്റ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ചെറിയൊരു സ്ട്രക്ചറാണ് വിയർ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സ്മോൾ ഡാം. റൈസസ് ദ വാട്ടർ ലെവൽ ഓൺ അപ്സ്ട്രീം സൈഡ് ടു ഡൈവേർട്ട് വാട്ടർ ടു കനാൽ, അതായത് എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് വാട്ടറിൻ്റെ ലെവൽ റൈസ് ആകും. സോ ഈ വാട്ടറിനെ കനാൽസിലോട്ട് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും. ക്രസ്റ്റ്, ടോപ്പ് സർഫസ് ഓഫ് വിയർ, ടോപ്പ് ഓഫ് എനി സോളിഡ് സ്ട്രക്ചർ. വിയറിൻ്റെ ടോപ്പ് സർഫസിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. നേപ്പ് ഓർ വെയിൻ, ദ ഷീറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ ദ ക്രസ്റ്റിന് മുകളിലൂടെ വാട്ടർ ഒരു ഷീറ്റായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, അതിനെയാണ് നേപ്പ് ഓർ വെയിൻ എന്ന് പറയുന്നത്. അഫ്ലെക്സ്, ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്സ്ട്രീം സൈഡ് വാട്ടർ ലെവൽ ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ് വാട്ടർ ലെവൽ, അതായത് അപ്സ്ട്രീം സൈഡ് വാട്ടർ ലെവലും ഡൗൺ സ്ട്രീം വാട്ടർ ലെവലും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് അഫ്ലെക്സ്. പോണ്ടിങ് ഓഫ് വാട്ടർ, റൈസിങ് ദ വാട്ടർ ലെവൽ ഓൺ അപ്സ്ട്രീം സൈഡ്. പോണ്ടിങ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ അപ്സ്ട്രീം സൈഡിലെ വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ദ ബാക്ക് വാട്ടറിങ് എഫക്റ്റ് ഓഫ് വാട്ടർ ഈസ് നോൺ എസ് അഫ്ലെക്സ്, അതായത് വാട്ടറിൻ്റെ ബാക്ക് വാട്ടറിങ് എഫക്റ്റിനെ അഫ്ലെക്സ് എന്നാണ് പറയുന്നത്. ദ എമൗണ്ട് ബൈ വിച്ച് വാട്ടർ റൈസസ് എബവ് ദ നോർമൽ ലെവലിൽ നിന്നും വാട്ടർ റൈസ് ആകുന്ന അതിൻ്റെ എമൗണ്ടാണ് അഫ്ലെക്സ്. റിട്രോഗ്രഷൻ, പ്രോഗ്രസീവ് ലോവറിംഗ് ഓഫ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ ഡ്യൂ ടു വിയർ കാരണം ഡൗൺ സ്ട്രീമിലെ ബെഡ് ലെവൽ ലോ ആകും, ആ പ്രോസസ്സാണ് റിട്രോഗ്രഷൻ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിയർ, ലോ കൺട്രോൾ ഓഫ് ഫ്ലോ, സിൽട്ടിങ് ഈസ് ഹൈ, നോ ട്രാൻസ്പോർട്ടേഷൻ, അതായത് വിയറിന് വാട്ടറിൻ്റെ കൺട്രോൾ കുറവാണ്, ലോ കൺട്രോളാണ്, ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. സിൽട്ടിങ് ഈസ് ഹൈ, സിൽട്ടിങ് ഹൈ ലെവലാണ്. ദെൻ നോ ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് വിയറിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല.